ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സൂപ്പർ മീൻകറി റെസിപ്പി നോക്കിയാലോ. സാധാ മീൻകറിയല്ല, മീൻ വറ്റിച്ചത്. അതിൽ എൻ്റെ അമ്മയുടേതായിട്ടുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ചേർത്ത് ഒരു അടിപൊളി മീൻകറി. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ തുടങ്ങിയാലോ. നമുക്ക് മീൻകറിക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളിയും 10 അല്ലി ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും, ഇതാണ് ഞാൻ പറഞ്ഞില്ല ആദ്യമേ അമ്മയുടെ ചെറിയ പൊടിക്കൈ എന്ന് പറഞ്ഞത്, അതാണിത്. ചെറിയ സ്പൂൺ ഉലുവപ്പൊടിയും ചെറിയ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ പകുതി മൂപ്പാകുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ എടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇങ്ങനെ നല്ല തിളച്ച വെള്ളത്തിൽ മിക്സാക്കി വയ്ക്കുക. നമുക്ക് എത്രയാണ് ഇതിൻ്റെ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അനുസരിച്ച്, ഇത് ഇപ്പോൾ 3/4 കിലോ വറ്റ മീനാണ് എടുത്തോളണം. അപ്പോൾ അതിന് ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നല്ല ചൂട് വെള്ളത്തിൽ കലക്കി ഈ ഒരു പാകത്തിന് വെച്ച് വെക്കണം. നല്ല എല്ലാം ഒന്ന് മിക്സ് ആവണ ഒരു രീതിയിൽ. ഈ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആ മിക്സ് അതും കൂടി ചേർത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. പിന്നെ നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോണത് നമ്മുടെ കുടംപുളി വെറുതെ വെള്ളത്തിലാക്കൽ, നല്ല തിളച്ച വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്ത കുടംപുളി വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണം. ഈ ഒരു പരിവാകുമ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത കുടംപുളി വെള്ളം അതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലോണം തിളപ്പിക്കാം. തിള വന്നതിന് ശേഷമാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതുപോലെ നല്ലോണം തള വന്നതിന് ശേഷം നമുക്ക് മീൻ ആഡ് ചെയ്യാം. മീൻ ആഡ് ചെയ്ത് ഒരു നല്ലോണം തള വന്നതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റോളം, കറക്റ്റ് 10 മിനിറ്റ്, നമ്മളിത് മൂടി വയ്ക്കുമ്പോൾ സമയം നോക്കുക, ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് നല്ലോണം വേവിക്കണം. മീനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി മീൻകുട്ട ഒന്ന് നല്ലോണം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത പൊടിക്കൈ വേറെ ഒന്നുമില്ല, ഒരു 3 സ്പൂൺ നാളികേരപ്പാൽ, തെമ്പാൽ ഒരു 3 സ്പൂണ്, 3 സ്പൂൺ മതി കേട്ടോ, 3 സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അധികം ഒന്നും ഒഴിക്കാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. 3 സ്പൂൺ നാളികേരപ്പാലും കൂടി ചേർത്ത് ഒന്ന് ചെറുതായി ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിയെടുത്ത നമ്മുടെ മീൻകുട്ടൻ റെഡി. നാളികേരപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ സൂപ്പറായിട്ടുള്ള അടിപൊളി മീൻകുട്ടൻ അപ്പോൾ റെഡിയായി.